അപ്പം ഇന്ന് എനിക്ക് കോളേജ് വരെ ഒരു ആവശ്യത്തിന് പോകേണ്ടതുണ്ടായിരുന്നേ. അങ്ങനെ രാവിലെ തന്നെ റെഡിയായി എണ്ണീറ്റു. അമ്മ എന്നെ ബസ് സ്റ്റോപ്പിലാക്കി തന്നു. ഞാൻ അവിടുന്ന് പ്രിയദർശിനി ബസ് പിടിച്ചാട്ടോ പോയത്. ബസ്സിൽ കയറിയ സമയത്ത് അത്യാവശ്യം വെയിലൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ബസ്സിൽ പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഇപ്പം ഹെയർ കട്ടൊക്കെ ചെയ്തത് കാരണം മുടി ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കും. അപ്പത്തേനും അത് നന്നായിട്ട് അലമ്പാവും. ചെന്ന് കയറുന്നിടത്ത് ആൾക്കാരൊക്കെ ഞാൻ മുടി പോലും ചെയ്യാതെ ഇറങ്ങി വന്നേക്കുന്നതെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടാവാറുണ്ടോ? അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ദേ വേഗം ഒരു മഴ വന്നു. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. മഴ നീണ്ടു നിന്ന്. അങ്ങനെ ഞാൻ പത്തനംതിട്ട സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരു ഓട്ടോ പിടിച്ച് പോയി. അത്രയ്ക്കും മഴയാണ്, നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത അത്രയും മഴയാണ്. നമ്മളൊരു ഓട്ടോ പിടിച്ച് കോളേജിലെത്തി. കോളേജിൽ അങ്ങനെ എത്തിക്കഴിഞ്ഞ് ചെന്നപ്പോഴിതാ എല്ലാവരും വന്നിട്ടുണ്ട്. കുറേ നാളിന് ശേഷം ഫ്രണ്ട്സിനെ എല്ലാവരും കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം തന്നെയായിരുന്നു. ഇനി ഞാൻ കോളേജിൽ വന്ന എന്തിനാണെന്ന് പറയട്ടെ. എൻ്റെ ഗ്രാജുവേഷൻ സെറിമണി, എൻ്റെ അല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഗ്രാജുവേഷൻ സെറിമണി ഞങ്ങളുടെ ആഗ്രഹം പോലെ നടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിസിഷൻ പ്രാക്ടീസായിരുന്നു ഇന്ന്. നമ്മുടെ ജൂനിയേഴ്സും ഉണ്ട്, നമ്മളും ഉണ്ട്. ഗ്രാജുവേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റേജിലേക്ക് കയറുന്നതിന് ചില എന്താ പറയുക, കീഴ്വഴക്കങ്ങളുണ്ട്. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഈ കുഞ്ഞ് ഗസ്റ്റിനെ കണ്ടോ? എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ അവളുടെ തന്നെ വെഡ്ഡിങ് ആൽബം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കോപ്രായങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ കയറി അടൂർ സ്റ്റാൻഡിൽ വന്നു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവസാനം ബസ് കിട്ടി ഞാൻ വീട്ടിലേക്ക് പോയി.